അധ്യായം 240. ഗീതാമ്മയും വിശ്വനാഥനും വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടു കൂടുതൽ സിദ്ധാർത്ഥ് ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുമായിരിക്കും. ഗീതാമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധാർത്ഥ് നിനക്കൊരു ഗൗരവം? അന്നേരം സിദ്ധാർത്ഥ് വിശ്വനാഥനോട് പറഞ്ഞിട്ട്, അച്ഛാ, അവളിപ്പോ ഗർഭിണിയാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ എന്റെ ജീവിതം വെച്ച് കളിക്കുന്നത്? ഇതിങ്ങനെ സിദ്ധാർത്ഥ് ചോദിക്കുന്ന സമയത്തിന് വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധാർത്ഥ് നീ ഈ പറയുന്നത്? വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് സിദ്ധാർത്ഥ് നീ ഈ പറയുന്നത്? ഞാൻ നിന്റെ ജീവിതം വെച്ച് കളിക്കാടെന്നോ? നിന്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ ഞാനെല്ലാം ചെയ്തത്. നീ ഒരു നല്ല ജീവിതം നയിച്ചു കാണാനാണ് എന്റെ ആഗ്രഹം. അന്നേരം സിദ്ധാർത്ഥ ചോദിക്കുന്നത്, ഓ, അതിനു വേണ്ടിയിട്ടാണോ അച്ഛാ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്? അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുന്നത്, എന്ത്, ആര് തട്ടിക്കൊണ്ടുപോയെന്നാ നീ ഈ പറയുന്നത്? ആ പെൺകുട്ടി ഞങ്ങളോടൊരു സഹായം ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അവളെ സഹായിക്കുകയും ചെയ്തു, അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് പറയും. അന്നേരം ഗീതാമ്മ പറഞ്ഞത്, അവൾക്ക് ഇവിടെ നിന്നും പോകണമെന്നാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയുള്ള നീ എന്തിനാ അവളെങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കിയത്? അങ്ങനെയുള്ള ഒരാളെ നീ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവളെ സഹായിച്ചത് എന്നൊക്കെ പറയാട്ടോ ഗീതാമ്മ. അന്നേരം വിശ്വനാഥൻ പറയുന്നത്, അവൾ ഇവിടെ നിന്നും എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതിനിപ്പോ നീ എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? നീ എന്തിനാ ഞങ്ങളെങ്ങനെ സംശയിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നത്, അവൾ ഇവിടെ നിന്നും തനിയെ ഇറങ്ങിപ്പോയതൊന്നുമില്ല. നിങ്ങൾ അവളെ ഇവിടെ നിന്നും ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോയതല്ലേ. എനിക്കതിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത്. അന്നേരം ഗീതാമ്മ പറയുന്നത്, ആരും അവളെ ബലമായിട്ട് ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയിട്ടൊന്നുമില്ല സിദ്ധാർത്ഥ്. അവളെ നിനക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ സ്വയം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെന്തിനാ നീ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ തളച്ചു വെക്കുന്നത്? നീ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല. വിശ്വനാഥ് ഗ്രൂപ്പിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആളാണ് നീ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ വിശ്വനാഥനും ഗീതാമയും അവന്റെ ഇടവും വലവും നിന്നിട്ട് അവന്റെ മനസ്സ് മുട്ടിച്ചു. അന്നേരം സിദ്ധാർത്ഥ് ഉറച്ച വാക്കോടെ തന്നെ പറയുന്നുണ്ട്, ഇനി ആർക്ക് എന്തൊക്കെ തന്നെ സംസാരിച്ചാലും ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നീലിമയെ തന്നെയായിരിക്കുമെന്ന് പറയും. ഇനിയിപ്പോ കുടുംബത്തിന്റെ ഭാവിയാണ് അച്ഛന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഈ കുടുംബത്തിൽ നിന്നങ്ങ് ഇറങ്ങിപ്പരാം. എന്നിട്ട് സൽപ്പേരില്ല ആരെങ്കിലും വെച്ചിട്ട് അച്ഛൻ ഈ കുടുംബം അങ്ങ് നയിച്ചോന്നും പറയും. എനിക്ക് ഏതായാലും നിങ്ങളുടെ പണവും പ്രതാവും ഒന്നും തന്നെ വേണ്ടാതെങ്ങനെ സിദ്ധാർത്ഥ് പറയുന്ന സമയത്തിന് വിശ്വനാഥൻ അങ്ങ് വല്ലാതാവും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് സിദ്ധാർത്ഥ ഈ പറയുന്നത്? ഇതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്ര കാലം കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയത്. വിശ്വനാഥൻ പറഞ്ഞത്, സിദ്ധാർത്ഥ്, ഈ കമ്പനി ഞാൻ നിന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നിന്റെ കൈകളിൽ ഈ കമ്പനി ഭദ്രമാണെന്ന്. ഇതൊന്നോ രണ്ടോ ആൾക്കാരുടെ ജീവിതമൊന്നുമല്ല സിദ്ധു. പരമ്പരാഗതമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമാണിത്. ഇതൊരിക്കലും തുടരേണ്ടത് അവളിലൂടെയല്ല എന്നങ്ങനെ അച്ഛൻ പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥിന്റെ ദേഷ്യം വരാണ്. സിദ്ധാർത്ഥ് ചോദിക്കുന്നത്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തുറന്നു പറയേ. അന്നേരം ഗീതാമ്മയായിരിക്കട്ടെ അതിന് മറുപടി പറയുന്നത്. ഗീതാമ്മ പറയുന്നത്, അതേ സിദ്ധാർത്ഥ്, നീ ലാവണ്യെ വിവാഹം കഴിക്കണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നിങ്ങനെ ഗീതാമ്മ പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ് അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് അതിനെങ്ങനെ കഴിയും അമ്മ? അവൾ എന്റെ വെറും ഒരു ഫ്രണ്ടല്ലേ. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരിക്കൽ പോലും അവൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അന്നേരം ഗീതാമ്മ പറഞ്ഞിട്ട്, അത് നല്ല കാര്യമല്ലേ, ഭാര്യ ഒരു ഫ്രണ്ടും കൂടെ ആയിരിക്കണം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് സിദ്ധാർത്ഥ്. ഒരു കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. നീലിമയും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അങ്ങനെ ജീവിക്കണമെങ്കിൽ തന്നെ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ പിന്നെ അവർക്ക് ഈ ജീവിതത്തിൽ യാതൊരുവിധ അല്ലലും ഉണ്ടാവില്ല. ഇത് ഈ അച്ഛന്റെ വാക്കാണെന്നിങ്ങനെ വിശ്വനാഥൻ പറയുന്ന സമയത്തിന്റെ അച്ഛന്റെ സംസാരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട് എന്ന കാര്യം സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധാർത്ഥ ചോദിക്കുന്നത്, അച്ഛൻ എന്താ എന്നെ പേടിപ്പിക്കാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിശ്വനാഥൻ പറയുന്നത്, അല്ല സിദ്ധു, ഞാൻ നടക്കാൻ പോകുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. എനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ നന്മയാണ് പ്രധാനം. ഏതെങ്കിലും ഒരു സാധാരണ പെൺകുട്ടിയുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അത്ര തരം താഴ്ന്നവനൊന്നുമല്ല നീയ്. ഇതെന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് നീയ്. ഇനി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. സ്വന്തമായിട്ട് എനിക്ക് പോലും ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ നിന്റെ ചുമലിലുള്ളത്. ഇതിൽ നിന്ന് നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് നീ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക് സിദ്ധു എന്നൊക്കെ പറയട്ടെ വിശ്വനാഥൻ. അച്ഛന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അവശനായിട്ട് ആ ഒരു സോഫയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ആ സമയത്തിന് വിശ്വനാഥൻ പറഞ്ഞിട്ട്, നീ നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനമെടുത്താൽ മതി. ഞങ്ങൾ ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞങ്ങൾ തിരികെ വരുമ്പോഴേക്കും നീ പോസിറ്റീവായിട്ടൊരു തീരുമാനമെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിശ്വനാഥനും ഗീതാമയും അവിടെ നിന്നങ്ങ് പോകുന്നത്. ആ സമയത്തിന് സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് പലവിധ ഭാവങ്ങളങ്ങ് മിന്നി മറഞ്ഞു. സിദ്ധാർത്ഥിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. നീലിമയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായിരിക്കണം. അവൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും സിദ്ധാർത്ഥിനായില്ല. അപ്പൊ പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞ വാക്ക് അനുസരിക്കല്ലാതെ മറ്റു വഴിയില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. അങ്ങനെ നീലിമയെ സേഫാക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഏതായാലും ഫോൺ എടുത്തിട്ട് നേരെ മനീഷിനെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്റെയും ലാവണ്യയുടെയും വിവാഹ കാര്യം ഏതായാലും ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്യേ.
അത് കേൾക്കുന്ന സമയത്തിന് മനീഷ് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സർ, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അന്നേരം സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി മനീഷ്, കൂടുതൽ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളൊന്നും വേണ്ട. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നേരെ അച്ഛനെ നോക്കി പറയുന്നുണ്ട്, പോരെ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ തീരുമാനമല്ലേ വലുത്. ഇനിയിപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേര് ഞാൻ കാരണം പോവണ്ട. സിദ്ധാർത്ഥിന്റെ ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് വിശ്വനാഥനും വല്ലാത്ത വിഷമം തോന്നി. എന്നിട്ട് സിദ്ധാർത്ഥിനെ എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗീതാമ്മ അത് തടഞ്ഞു. ഗീതാമ്മ ഏതായാലും വിശ്വനാഥനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നേരെ പോയത് ലാവണ്യയുടെ വീട്ടിലേക്കായിരിക്കും. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ലാവണ്യ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് ഗീതാമ്മയും വിശ്വനാഥനെയും കണ്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലട്ടോ ലാവണ്യക്ക്. അത്ഭുതത്തോടു കൂടി തന്നെ ലാവണ്യ വന്ന് ചോദിക്കുന്നു, അല്ല ആന്റി, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്? അന്നേരം ഗീതാമ്മ പറയുന്നത്, അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസോ? എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുന്ന സമയത്തിന് അപ്പോഴായിരിക്കട്ടെ ലാവണ്യ ശ്രദ്ധിക്കുന്നത് അവരെ പുറത്തു നിർത്തിയിട്ടാണ് താൻ സംസാരിപ്പിക്കുന്നതെന്ന്. അവൾ അവരെ നേരെ അകത്തേക്ക് ക്ഷണിച്ചതിന് ശേഷം അവൾക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവര് 3 പേരും ചേർന്നിട്ട് അല്പനേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ലാവണ്യ ഇങ്ങനെ സിദ്ധാർത്ഥിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗീതാമ്മ അത്ഭുതത്തോടു കൂടിയാണ് ലാവണ്യ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ലാവണ്യ ചോദിക്കുന്നത്, അല്ല ആന്റി, എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഗീതാമ്മ പറയുന്നത്, അത് പിന്നെ നീ കാത്തിരുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾ നിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയും. സിദ്ധാർത്ഥമായിട്ടാണ് നിന്റെ കല്യാണം ഉറപ്പിച്ചത് എന്നിങ്ങനെ ഗീതാമ്മ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ലാവണ്യ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു. ഗീതാമ്മ പറയുന്നതൊന്നും തന്നെ പെട്ടെന്ന് ലാവണ്യക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലാവണ്യ ചോദിക്കുന്നുണ്ട്, ആന്റി, ആന്റി എന്താ പറഞ്ഞത്? എന്നിട്ട് ആ ഒരു കല്യാണത്തിന് സിദ്ധു സമ്മതിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ അവള് ആ നീലിമ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗീതാമ്മ പറയുന്നത്, അതൊന്നും നീ അറിയണ്ട. നീയുമായിട്ട് സിദ്ധാർത്ഥിന്റെ കല്യാണം ഞാൻ ഉറപ്പിക്കുമെന്ന കാര്യം ഞാൻ നിനക്ക് നേരത്തെ വാക്ക് തന്നതല്ലേ. നീ തന്നെയായിരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നു തുടങ്ങിക്കാണും. ഗീതാമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ലാവണ്യ നാണത്തോടു കൂടി തല കുനിച്ചുകൊണ്ടിനെ പറഞ്ഞിട്ട്, ആന്റി, സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഇത്ര തിടുക്കപ്പെട്ടൊരു കല്യാണം എന്ന് പറയുമ്പോൾ എന്റെ ഫാമിലിക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അന്നേരം ഗീതാമ്മ ലാവണ്യെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതൊന്നും ഓർത്തിട്ട് മോള് വിഷമിക്കേണ്ട. സിദ്ധു ഏതായാലും നിന്റെ വീട്ടുകാരെ കണ്ടിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മോളുമായിട്ട് സിദ്ധാർത്ഥിന്റെ വിവാഹം നടക്കുമെന്നിങ്ങനെ ഗീതാമ്മ പറയുന്നതോട് കൂടി ലാവണ്യയുടെ മനസ്സിലുള്ള ആശങ്കകളെല്ലാം തന്നെ മാറി. ഗീതാമ്മ ഇടപെട്ടിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായത് കൊണ്ട് തന്നെ ലാവണ്യക്ക് ശരിക്കും അതൊരു അത്ഭുതമായിരിക്കും. ലാവണ്യ ചെറിയൊരു ചമ്മലോട് കൂടെ ഗീതാമ്മ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് ഗീതാമ്മ പറഞ്ഞിട്ട്, എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ചമ്മൊന്നും വേണ്ട. നിന്റെ അവസ്ഥയ്ക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലാവും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ. പിന്നെ നീ എന്നെ ആന്റിന്ന് വിളിക്കുമ്പോൾ ഇത്രമാത്രം റെസ്പെക്റ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ലാവണ്യയുടെ മുഖം നാണം കൊണ്ട് ഒരുപാടങ്ങ് ചുവന്നു. അതെല്ലാം കാണുന്ന സമയത്തിന് ഗീതക്കും വല്ലാത്ത സന്തോഷം തോന്നി. ഗീതാമ്മ വിശ്വനാഥനും അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ ലാവണ്യ പെട്ടെന്ന് സോഷ്യൽ മീഡിയ തുറന്നുകൊണ്ട് തന്നെ താനും സിദ്ധാർത്ഥുമായിട്ടുള്ള ആ ഒരു വിവാഹത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അത് തുറന്നു പിടിച്ച് വായിച്ചു. സിദ്ധാർത്ഥ് ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റിനിടയിലായിട്ട് ആളുകളെല്ലാം തന്നെ കമന്റ്സ് ഇട്ടതെല്ലാം വായിക്കുന്ന സമയത്തിന്റെ ലാവണ്യക്ക് ഒരുപാട് സന്തോഷം തോന്നി. സത്യത്തിൽ അങ്കിളും ആന്റിയും കൂടി സിദ്ധാർത്ഥിനെ കാണാൻ പോയിരുന്നപ്പോ തന്നെ ലാവണ്യ ഇതെല്ലാം തന്നെ ഊഹിച്ചിരുന്നതാണ്. അന്നേരം അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അഭിനയിച്ചതൊന്നും തന്നെ അത് വെറുതെ ആയില്ല എന്ന കാര്യമായിരിക്കും ലാവണ്യ ചിന്തിക്കുന്നത്. അങ്ങനെ സന്തോഷം കൊണ്ട് ലാവണ്യയുടെ ഹൃദയമെടുപ്പിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ലാവണ്യയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് ഹേമന്തായിരുന്നു ലാവണ്യയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നത്. അതോടുകൂടി തന്നെ ലാവണ്യയുടെ സന്തോഷം പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി. ഓ, ഇവര് വിളിക്കാൻ കണ്ടൊരു നേരം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൊടുത്തിട്ട് ലാവണ്യ പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നാൽ വീണ്ടും ഹേമന്ത് തന്റെ ഫോണിലേക്ക് വിളിക്കുമെന്ന് ചിന്തിച്ച സമയത്തിന് ലാവണ്യ പെട്ടെന്ന് ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ മൂഡ് പോകുമെന്ന കാര്യം ലാവണ്യക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിച്ചിട്ട് വെറുതെ തന്റെ സന്തോഷം കളയാനൊന്നും ലാവണ്യ ആഗ്രഹിച്ചില്ല. കുറച്ചു ദിവസത്തേക്കെങ്കിലും അവനെ വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ലാവണ്യയുടെ ആവശ്യം തന്നെയായിരുന്നു. കാരണം സിദ്ധാർത്ഥിനോട് എങ്ങാനും ഹേമന്ത് എന്തെങ്കിലും തുറന്നു പറയുമോ എന്ന് ലാവണ്യ ഭയന്നിരുന്നു. ഇപ്പൊ ഏതായാലും അവസ്ഥകളെല്ലാം തന്നെ മാറി മറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഹേമന്തിന്റെ ആവശ്യം ഏതായാലും ഇനി ലാവണ്യക്കില്ല. അവൾ ഏതായാലും സിദ്ധാർത്ഥുമായിട്ടുള്ള ആ ഒരു കല്യാണം സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുമായിരിക്കും. സന്തോഷത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കും ഹേമന്തിന്റെ കാർ അവളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നത്. അവളോട് അനുവാദം പോലും ചോദിക്കാതെ ഹേമന്ത് നേരെ അകത്തേക്ക് കയറി വന്നു. ഹേമന്ത് എപ്പോഴും ഇപ്പൊ സ്ഥിരമായിട്ട് അങ്ങോട്ടേക്ക് വരാറുള്ളത് കൊണ്ട് തന്നെ ലാവണ്യയുടെ ജോലിക്കാരും തന്നെ അവനെ അവിടെ തടഞ്ഞില്ല. സിദ്ധാർത്ഥുമായിട്ടുള്ള ജീവിത സ്വപ്നം കണ്ട് വളരെയധികം സന്തോഷവതിയായിട്ട് ലാവണ്യ അവിടെ ഇരിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ഹേമന്തിന്റെ ഹൃദയമാകങ്ങ് തകർന്നു പോയി. കാരണം ഒരിക്കലും ആ ഒരു കാഴ്ച പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല ഹേമന്ത് അങ്ങോട്ടേക്ക് കയറി വന്നത്. എന്നാൽ ഹേമന്തിനെ ഒട്ടും അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലാവണ്യ ഒന്ന് ഞെട്ടി. എന്നാൽ അതൊന്നും പുറമെ പ്രകടിപ്പിക്കാതെ ലാവണ്യ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത്, അല്ല, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ് ഹേമന്ത്, നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. നീ വരുമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തുമായിരുന്നല്ലോ എന്നിങ്ങനെ ലാവണ്യ മുഖത്ത് ഇങ്ങനെ ചിരി തേച്ച് പിടിപ്പിച്ചു
ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ലാവണ്യയുടെ പെരുമാറ്റ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ താൻ ആദ്യമായിട്ട് കാണുന്ന ലാവണ്യെ പോലെ ഹേമന്തിന് തോന്നി. കാരണം ലാവണ്യ ഒരിക്കലും ഇങ്ങനെയല്ല. ലാവണ്യക്ക് എന്തോ കാര്യമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഹേമന്ത് പറഞ്ഞത്, ലാവണ്യ നീ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കാതെ എന്താ ശരിക്കും ഉണ്ടായതെന്ന് പറയാട്ടോ ഹേമന്ത്. ഹേമന്ത് സംസാരിക്കുന്ന സമയത്തിന്റെ സങ്കടം കൊണ്ട് അവന്റെ ശബ്ദമെല്ലാം തന്നെ ഇടറുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥവും ലാവണ്യയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന ഓൺലൈൻ വാർത്ത കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെയായിരുന്നു ഹേമന്ത് നേരത്തെ ലാവണ്യെ ഫോണിലേക്ക് വിളിച്ചിരുന്നത്. എന്നാൽ ഹേമന്ത് വിളിക്കുന്ന സമയത്തിന് ലാവണ്യ കോൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഹേമന്ത് ലാവണ്യെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നത്. ഹേമന്തിന്റെ ചോദ്യത്തിനു മുന്നിൽ ലാവണ്യ ഒന്ന് പതറിപ്പോയെങ്കിൽ പോലും അത് പുറമേ കാണിക്കാതെ ലാവണ്യ ശ്രദ്ധിച്ചു. ലാവണ്യ ചോദിക്കുന്നത്, ഹേമന്ത് നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനോ സിദ്ധാർത്ഥം തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചാണോ നിനക്കറിയേണ്ടത്? അതൊക്കെ നേരത്തെ ഓൺലൈൻ വഴി ന്യൂസ് വന്നിരുന്നതാണല്ലോ. ഏതായാലും ഞാൻ ഇപ്പൊ വളരെയധികം സന്തോഷത്തിലാണെന്നിങ്ങനെ ലാവണ്യ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ഹേമന്തിന് പിന്നെ ഒന്നും തന്നെ മിണ്ടാനായില്ല. ലാവണ്യ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഹേമന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെയും സിദ്ധാർത്ഥനെയും അനുഗ്രഹിക്കില്ലേ ഹേമന്ത് എന്ന് ചോദിക്കും. ലാവണ്യയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് തന്റെ ശരീരം മുഴുവനായിട്ട് ഇങ്ങനെ തണുത്തുറയുന്നത് പോലെയായിരിക്കും ഹേമന്തിന് തോന്നുന്നത്. ഹേമന്ത് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ ലാവണ്യോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു ലാവണ്യ? അന്നേരം ലാവണ്യ ഒന്നും മിണ്ടാത്ത സമയത്തിന് ഒരു ദീർഘനിശ്വാസത്തോടെ അവിടെ നിന്നങ്ങ് എഴുന്നേൽക്കാണ് ഹേമന്ത്. എന്നിട്ട് പറഞ്ഞത്, ശരി ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് സിദ്ധാർത്ഥിനെ കല്യാണം കഴിച്ചുകൊണ്ട് വിശ്വനാഥ് ഗ്രൂപ്പിനെ ഒരു അംഗമായിട്ട് മാറണം. ഏതായാലും നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാവുന്നില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം വന്നതാണെന്നും പറയും. ഏതായാലും നിങ്ങളുടെ വിവാഹത്തിനൊന്നും ഞാൻ എതിരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഹേമന്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് പോലും വേദനയോടെ ഹേമന്ത് അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാവണ്യെ സംബന്ധിച്ചിടത്തോളം ഇത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷം തന്നെയായിരുന്നു. ഇതേ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്ന അതേ വേദനയിലായിരിക്കും. അവന്റെ ആത്മാവെന്ന് പറയുന്നത് നീലിമയാണ്. നീലിമയില്ലാതെ ഒരു നിമിഷം പോലും തള്ളി നീക്കാനൊന്നും സിദ്ധാർത്ഥിനെ കൊണ്ട് കഴിയില്ല. എന്നിട്ട് പതിവിലും വിപരീതമായിട്ട് അവൻ മദ്യപിച്ചു. എന്നിട്ട് പോലും അവളുടെ ഓർമ്മകളെല്ലാം തന്നെ അവനെ വേട്ടയാടി. വിവശനായിട്ട് അവൻ നേരെ സോഫയിലേക്ക് വീണു. അതെ, അച്ചുവിന് നാളെ പട്ടം പറത്താൻ പോകണമെന്ന്. നിങ്ങൾ നാളെ ബിസിയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് തനിച്ചു പോയിക്കോളാം. നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നിങ്ങനെ നീലിമ പ്രതീക്ഷയോടുകൂടി തന്നെ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എനിക്കൊരു തിരക്കുമില്ല. അവൻ പറഞ്ഞതുപോലെ നാളെ നമുക്ക് പട്ടം പറത്താൻ പോവാം. അവന്റെ കാര്യങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന എന്ന് പറയും. സിദ്ധാർത്ഥ് പെട്ടെന്ന് അവളുടെ കവിളത്ത് തൊട്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ സമയത്തിന് നീലിമ ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് നിങ്ങൾക്ക് എന്താ പനിക്കുന്നുണ്ടോ? നല്ല ചൂടുണ്ടല്ലോ നിങ്ങളുടെ ശരീരത്തിന്. ആ സമയത്തിന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെ എനിക്കൊരു ചൂടുമില്ല. പിന്നെ എന്റെ ശരീരം ചൂടാവുന്നത് ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ്, അല്ലാതെ നിന്നെ പോലെ പ്രേതമൊന്നുമല്ല ഞാനെന്നിങ്ങനെ അവൻ കളിയാക്കി പറയുന്ന സമയത്തിന് നീലിമയുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തു. നീലിമക്ക് ദേഷ്യം വന്നുകൊണ്ടിട്ട് പറഞ്ഞിട്ട്, ആണോ ഞാൻ പ്രേതാണോ? എങ്കിൽ പിന്നെ സിദ്ധാർത്ഥിന് ഈ പ്രേതം എന്താണെന്ന് അറിയണ്ടേ? അതെ ഞാൻ ഫുള്ള് തണുപ്പാണ്. ഈ പ്രേതത്തിന്റെ തണുപ്പ് എന്താണെന്ന് സിദ്ധാർത്ഥിന് അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് കിടക്കുമെന്നൊക്കെ പറയാട്ടോ നീലിമ. നിങ്ങളുടെ ശരീരം ഏതായാലും ഞാൻ തണുപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നീലിമ കുറുമ്പോടെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, ഈ പ്രേതത്തിന്റെ തണുപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അങ്ങ് അറിയണം. എന്താ നീ എന്നോട് സഹകരിക്കില്ലേ എന്നിങ്ങനെ സിദ്ധാർത്ഥ് വശമായിട്ട് ചോദിക്കുന്നതോടുകൂടി തന്നെ നീലിമയുടെ മുഖം അങ്ങ് ചുവന്നു. നീലിമ പറഞ്ഞിട്ട്, അയ്യോ നിങ്ങൾ നൈസായിട്ട് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം അതൊക്കെ വിട്ടിട്ട് ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയും. അന്നേരം നീലിമയൊന്ന് നോക്കിയതിനു ശേഷം അതിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്ത് സിദ്ധാർത്ഥിനെ കഴിച്ചു നോക്കിയതിനു ശേഷം പറഞ്ഞിട്ട്, ആവറേജ്, വിചാരിച്ച അത്രക്കങ്ങ് ബോറായിട്ടില്ല എന്ന് പറയും. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് നീലിമക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പരിഭവ മുഖത്തോടു കൂടി മുഖം വീർപ്പിച്ചുകൊണ്ട് അവനിങ്ങനെ ദേഷ്യത്തിൽ സിദ്ധാർത്ഥിനെ നോക്കി. നീലിമയുമായിട്ട് പങ്കിട്ട ഓരോ അധികം നല്ല നിമിഷങ്ങളൊക്കെ ആയിരിക്കും സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് അന്നേരം ഓടിയെത്തുന്നത്. നീലിമയുമായിട്ട് പങ്കിട്ട സ്നേഹം, പരിഭവം, അവളുടെ കുറുമ്പുകൾ, അവളുടെ വാശികൾ, അവളുടെ സ്നേഹം, അങ്ങനെ ഓരോന്നായിട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടേയിരുന്നു. താനും നീലിമയും അശ്വിനുമായിട്ടുള്ള ആ ഒരു ജീവിതം എത്രമാത്രം സുന്ദരമായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും ഉയർന്നെഴുന്നേൽക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു കുഴിയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നീലിമ അശ്വിനുമായിട്ട് പോയി. സിദ്ധാർത്ഥ് ഏതായാലും വളരെയധികം വിഷമത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയ സമയത്തും അവിടെ വെച്ചിട്ടും നീലിമയുടെ ഓർമ്മകളെല്ലാം തന്നെ, നീലിമയുടെ ചിന്തകളെല്ലാം തന്നെ അവന്റെ മനസ്സിനെങ്ങനെ വലിഞ്ഞു മുറുക്കി. അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടെ തന്നെ സിദ്ധാർത്ഥ് വന്നിങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്തും കണ്ണുകൾ അടക്കുന്ന സമയത്ത് പോലും നീലിമയുടെ ഗന്ധം അവന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവനും അവളും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും അവനിങ്ങനെ അവന്റെ അകക്കണ്ണിൽ കണ്ടു. സിദ്ധാർത്ഥ് അവിടെ കിടക്കുന്നതോടുകൂടി തന്നെ ടേബിളിന്റെ അടുത്തിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം നിലത്തേക്ക് വീണ് പൊട്ടി. അതോടുകൂടി തന്നെ എന്തോ അമൂല്യമെന്നതുപോലെ സിദ്ധാർത്ഥ് അതെടുത്ത് കയ്യിലേക്ക് എടുത്തു. അവര് 3 പേരും അവസാനമായിട്ട് ഔട്ടിങ്ങിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് ഫ്രെയിം ആയിരുന്നു അത്.
ആ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കട്ടെ സിദ്ധാർത്ഥിനൊന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ നീലിമയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് നീലിമയുടെ മനസ്സിലേക്ക് നേരെ സിദ്ധാർത്ഥ് വരികയാണ്. സിദ്ധാർത്ഥിനെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന ആ ഒരു കാര്യം അതൊരിക്കലും തന്നെ നീലിമയ്ക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും തനിക്ക് നീലിമയെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത അത് സിദ്ധാർത്ഥിനെ വല്ലാതെ അങ്ങ് ഭ്രാന്ത് പിടിപ്പിച്ചു. നീലിമയ്ക്ക് വേണ്ടിയിട്ട് തന്റെ സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ സിദ്ധാർത്ഥ് തയ്യാറായിരുന്നു. കാരണം സിദ്ധാർത്ഥിനാണെങ്കിൽ അവളില്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ വേദനയെ കടിച്ചമർത്താൻ വേണ്ടിയിട്ട് മദ്യത്തെ കൂട്ടുപിടിക്കുന്ന സമയത്തിന് അതെല്ലാം മറന്നു പോകുമെന്നാണ് സിദ്ധാർത്ഥ് ചിന്തിച്ചിരുന്നത്. പക്ഷേ മദ്യം കുടിക്കുമ്പോഴും നീലിമയുടെ ഓർമ്മകളെ അവനെ വല്ലാതെ അങ്ങ് ശ്വാസം മുട്ടിക്കാണ്. നീലിമയ്ക്കൊരിക്കലും താൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. പക്ഷേ താൻ ലാവണ്യെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന ആ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ട് പോലും അവളെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ആകെ സങ്കടാവാണ്. ലാവണ്യമായിട്ട് തന്റെ വിവാഹത്തിന്റെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ സിദ്ധാർത്ഥ് നേരെ ഷെൽഫിലേക്ക് ചെന്നിട്ട് ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അതിലേക്ക് വെള്ളം പോലും ചേർക്കാതെ നേരെ തന്റെ വായിലേക്ക് കമഴ്ത്തി. എന്നാൽ തൊണ്ടയിലൂടെ മദ്യം ഇറങ്ങി പോയിട്ട് പോലും തന്റെ ശരീരത്തിന് തന്റെ മനസ്സിനെ അതൊന്നും മറക്കാൻ കഴിയില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. കുറെ അധികം മദ്യം കഴിച്ചതിന് ശേഷം തന്റെ മുന്നിൽ നീലിമ വന്ന് നിൽക്കുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥിന് തോന്നി. പക്ഷേ അവന്റെ കണ്ണുകളൊക്കെ മങ്ങിയതായത് കൊണ്ട് തന്നെ അവനൊന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ പരിഭ്രാന്തിയോടെ നീലിമയുടെ പേര് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ നാവ് അങ്ങ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ നിലവിളിക്കുന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നിയെങ്കിൽ പോലും അവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ട് എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായിക്കൊണ്ടിരുന്നു. നീലിമ, നീ എവിടെയായിരുന്നു എന്നിങ്ങനെ സിദ്ധാർത്ഥ് ചോദിക്കുന്നതും കേട്ടുകൊണ്ടായിരിക്കും ഗീതാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ സിദ്ധാർത്ഥ് ആണെങ്കിൽ ആകെ ഇങ്ങനെ കള്ളും കുടിച്ച് കൂസായി നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഗീതാമ്മക്ക്. നീലിമയെ നഷ്ടപ്പെട്ട വേദന സഹിക്കാൻ കഴിയാതെയായിരിക്കും തന്റെ മകൻ സിദ്ധാർത്ഥ് ഇത്രമാത്രം കള്ളു കുടിച്ചത് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക്